അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. എന്താണ് ഗ്രീൻ മാർക്ക്? ഈ ഒരു ടോപ്പിക്കിലാണ് ഇന്ന് പാരൻസ് കംപ്ലീറ്റ് ഈ ടോപ്പിക്ക് വളരെ സീരിയസ് ആയ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ടോപ്പിക്കിൽ നിന്നുകൊണ്ട് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ഒന്ന് എൻ്റെ പ്രിയമുള്ള രക്ഷിതാക്കൾ നിർബന്ധമായിട്ട് കേൾക്കണം. അതിനാണ് ആമുഖമായിട്ട് ഇതന്നെ പറഞ്ഞിട്ട് തുടങ്ങുന്നത്. എന്താണ് ഗ്രീൻ മാർക്ക്? ഇതാണ് ടോപ്പിക്ക്. അത് പറയുന്നതിന് മുമ്പ് ഒരു കഥ പറയാം. ഞാൻ കഴിഞ്ഞ കോവിഡ് കാലം ആ കാലം കഴിഞ്ഞ ഉടനെ കോവിഡ് കാലത്തിൻ്റെ ആ ബിഗിനിങ് സ്റ്റേജ് കഴിഞ്ഞു. ഒരു ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് രണ്ടാമത്തെ വർഷം, കോവിഡിൻ്റെ രണ്ടാം വരവ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സമയം. സൗദിയിൽ നിന്ന് ഒരു കുട്ടി ഉണ്ടായിരുന്നു. കോവിഡ് കാലത്ത് ആ കുട്ടി വന്നു. അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു. ഒരു 9th സ്റ്റാൻഡേർഡിലാണ്, ബോയാണ്, ആൺകുട്ടിയാണ്. അങ്ങനെ അവൻ്റെ ഉപ്പ വളരെ ദീനിയായ ഒരു ഉപ്പയാണ്. ദീനിയായ കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഉപ്പയാണ്. എന്നോട് ഇങ്ങനെ മകൻ്റെ കാര്യത്തിലും ഖുർആൻ്റെ കാര്യത്തിലൊക്കെ വലിയ പ്രതീക്ഷ പുലർത്തുന്നില്ല, പാരൻസിനെയും പോലെ ഒരു ഉപ്പയാണ്. അങ്ങനെ എന്നോട് ഇങ്ങനെ ചാറ്റ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കാലത്തേക്ക് കുട്ടി ക്ലാസ്സിലൊന്നും വരാതെയായി. ഞാൻ നിരന്തരമായിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കും, കുട്ടി വരുന്നില്ല, പഠിക്കുന്നില്ല. പിന്നെ ഞാൻ ഇത് പാസീവ് ലിസ്റ്റിലേക്ക് ഇടും കുട്ടികളെ. അവർ വരാത്തവരാണെങ്കിൽ അവരെ മാറ്റി നിർത്തി ഞാൻ വിചാരിച്ചു ഒരു ഡിസ്കണ്ടിന്യൂ ചെയ്ത് കാണും എന്ന് കരുതി. അങ്ങനെ ഏകദേശം ഒരു വർഷത്തിന് ശേഷം ഉപ്പ ഒരു ദിവസം വീണ്ടും എന്താ ഉസ്താദേ സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചൊരു കുശലാന്വേഷണ മെസ്സേജ് ഉണ്ടാവുമല്ലോ. ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു സുഖം തന്നെ അൽഹംദുലില്ലാ. എന്നിട്ട് ചോദിച്ചു എന്നോട്, എൻ്റെ മോൻ്റെ പഠനം ഇപ്പം എന്താണ്? അപ്പം ഞാൻ ഷോക്കിംഗ് ആണ്. മോൻ്റെ പഠനമോ? മോനിങ്ങനെ ഇതിൽ അക്കാഡമിയിൽ ഇല്ലല്ലോ ഇപ്പോൾ. അങ്ങനെ ഒരു ഗ്രൂപ്പ് പോലും നിലവിലില്ലല്ലോ. ഞാൻ അവനെ പാസീവ് ലിസ്റ്റിലേക്ക് മാറ്റിയപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് വരുന്നില്ല എന്നോ. അപ്പോൾ പാരൻറ്റും ഈ വാക്ക് എൻ്റെ വോയിസ് ഇട്ടിട്ട് ഷോക്കായി. അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ കുട്ടി ദിവസവും 1-2 മണിക്കൂർ ഈ അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നുണ്ട് എന്നാണല്ലോ പാരൻസിന് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, കുട്ടിയെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം ഏകദേശം ആ കുട്ടി വരാതായതിൻ്റെ ഒരു 2 മാസം തുടർച്ചയായിട്ട് ഞാൻ കുട്ടി ആബ്സെൻ്റ് ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ പാരൻ്റ് പറഞ്ഞു, അത് കുട്ടിക്കായിട്ട് ഞങ്ങളൊരു വാട്സപ്പ് ആക്കി കൊടുത്താണ്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിക്കാനും പോയില്ല. ഞങ്ങളെ കുറ്റം തന്നെയാണ് എന്ന് പറഞ്ഞു. പിന്നെ കുട്ടി പിന്നീട് തുടർന്ന് പഠിക്കുകയും ഖുർആൻ മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു ആ കുട്ടി. പക്ഷെ ഒരു വർഷത്തോളം ആ കുട്ടിയോട് അന്വേഷിച്ചപ്പം ഒരു ഗെയിമുണ്ട്. ആ ഗെയിം കളിച്ച് അതിൻ്റെ അഡിക്റ്റഡായി. അങ്ങനെ കുട്ടി കുറ്റമൊക്കെ സമ്മതിച്ചു. കരച്ചിലും പിന്നെ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷെ ഈ ഒരു സംഭവം പാരൻസിനോട് നിങ്ങളോട് പറയുമ്പോൾ നമ്മളൊക്കെ കുട്ടികളെ പറ്റി വിചാരിച്ച് വെക്കുക, എൻ്റെ മോനാണ്, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇത് ഏറ്റവും വലിയ തെറ്റായ ഒരു ചിന്താഗതിയാണ്. നമുക്കങ്ങനെ വിശ്വസിക്കാം, നല്ല സ്വാലിഹീങ്ങളായിട്ട് മക്കളൊക്കെ വളരട്ടെ. നമ്മുടെയൊക്കെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ അങ്ങനെയാണ് നമ്മുടെ കൺസേൺ. എൻ്റെ മോൻ അത് ചെയ്യില്ല, എൻ്റെ മോൻ കളവ് പറയില്ല, അല്ലെ, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ എന്നോടൊരു സുഹൃത്ത് പറഞ്ഞ പോലെ നമ്മളെക്കാളും വലിയ വളവന്മാരാണ് നമ്മുടെ മക്കളെന്ന്. അവർക്ക് ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ടെക്നോളജിയുടെ വിഷയത്തിലായാലും പല കാര്യത്തിലും അവർക്ക് നല്ല സ്കിൽഡാണ് നമ്മുടെ മക്കളൊക്കെ. പക്ഷേ കുട്ടിയാണല്ലോ എന്തായാലും. കുട്ടിക്ക് അപകടങ്ങൾ അറിയില്ല, എന്താ തെറ്റ് എന്ന് അത് വിവേചിച്ചറിയാനുള്ള ഒരു അവസ്ഥയിലല്ല അവരുള്ളത്. അവർ ചില സമയം അവർക്ക് കളിക്കണം. കുട്ടി എന്ന് പറഞ്ഞാൽ പ്ലേ എന്നാണല്ലോ, കളിയാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോ പാരൻസിനോടും നിങ്ങളുടെ മക്കളെ അന്ധമായി നിങ്ങൾ വിശ്വസിക്കരുത്. മാത്രമല്ല, എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞ ആ വാക്ക്, നമ്മളെക്കാൾ വലിയ വളവന്മാരാണ് നമ്മുടെ മക്കൾ. അത് ആണാവട്ടെ പെണ്ണാവട്ടെ. വളരെ കൃത്യമായിട്ട് ടെക്നോളജി വെച്ച് നിങ്ങളെ കബളിപ്പിക്കാൻ അറിയുന്ന മക്കളാണ്. ഞാൻ എല്ലാവരെയും ഒരുപോലെ ഒരേ കണ്ണിൽ കാണുകയല്ല. ഞാൻ ഈ ഒരു വലിയ ടോപ്പിക്, വലിയൊരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അപ്പോൾ ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ, ഓൺലൈൻ ഖുർആൻ പഠിക്കുമ്പോൾ കുട്ടി സൂമിൽ വരുന്നു. എന്നിട്ട് ഉമ്മ ഞാൻ കയറിയിട്ടോ. അപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കും, നിങ്ങളുടെ കുട്ടി ജോയിൻഡ് ആണ് അല്ലേ. എന്നിട്ട് ഉടനെ കുട്ടി ലീവ് ചെയ്തു പോകും. അപ്പോൾ ഞാൻ ലെഫ്റ്റ് എന്നുള്ള മെസ്സേജ് അയക്കണം. അത് രക്ഷിതാക്കൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. കുട്ടി ആ ഒരു സമയം 1-2 മണിക്കൂർ യൂട്യൂബ് കാണുക, ഇൻസ്റ്റയിലോ സോഷ്യൽ മീഡിയയിലോ അവൻ അത് മിസ്യൂസ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകും. അപ്പോൾ അതില്ലാതിരിക്കാൻ വളരെ പ്രധാനമായ ഒരു കാര്യം, നിങ്ങൾ അവരെ പറ്റി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. 2-3 കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കാനുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങളുടെ സൂപ്പർവിഷനിലുള്ള, നിങ്ങളെ കണ്ണുകൊണ്ട് കൺവട്ടത്ത് കാണുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്ത് ഇരുത്തി അവൻ്റെ സ്ക്രീനും നിങ്ങൾക്ക് ഇങ്ങനെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന, നല്ല അടുത്തിരുത്തി മോനെ മോളെ പഠിക്കടാ എന്ന് പറയുന്ന സിസ്റ്റമാണ് ഏറ്റവും ബെസ്റ്റ്.
ഇനി അതിന് പറ്റില്ല, ചില രക്ഷിതാക്കൾക്കല്ല, നല്ലൊരു ശതമാനം പേർക്കും ഇതിന് പറ്റില്ല. 1-2 മണിക്കൂർ എല്ലാ ജോലിയും മാറ്റി വെച്ച് ഉമ്മക്ക് നിൽക്കാൻ പറ്റുമോ? ഉപ്പക്ക് ജോലിയും തിരക്കുമായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു സംവിധാനത്തിന്റെ ആവശ്യം തന്നെ വരുന്നത്. അല്ലേ പിന്നെ പാരൻസിനെ ഇരുത്തി പഠിപ്പിച്ചാൽ പോരെ? അവർക്ക് ഒഴിവില്ലാത്തതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവുന്നത്. അതുകൊണ്ട് പാരൻസ്, ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത പാരൻസ് ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് എടുത്ത്, മോൻ്റെ ഗ്രൂപ്പ്, ഒരു കുട്ടിക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അഡ്മിഷൻ നമ്പർ വെച്ചുള്ള ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ നോക്കുക ഏത് ടൈം ജോയിൻ ചെയ്തു, ഏത് ടൈം ലീവ് ചെയ്തു, ഇത് രണ്ടും നോക്കുക. അത് രണ്ടും അല്ല പ്രധാനപ്പെട്ട കാര്യം, ഗ്രീൻ മാർക്ക് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഗ്രീൻ മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രീൻ മാർക്ക്, ബ്ലാക്ക് മാർക്ക്, റെഡ് മാർക്ക്, 3 മാർക്ക് കൊടുക്കുന്നുണ്ട് കുട്ടിക്ക്. ഒരു കുട്ടി ക്ലാസ്സിൽ വന്നാൽ 3-1 കിട്ടും. ഇനി ഒരു മാർക്കും കിട്ടിയില്ലെങ്കിലും പ്രശ്നമാണ്. അതായത് ഈ കുട്ടി മര്യാദക്ക് ജെന്യൂനായിട്ട് ക്ലാസ്സിൽ വന്ന് പഠിച്ചിട്ട് പോയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഗ്രീൻ മാർക്ക് ഉള്ളത്. ഇത് എല്ലാ പാരൻസിൻ്റെയും അറിവിലേക്ക്, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതെന്തുകൊണ്ടാ? ഗ്രീൻ മാർക്ക് കിട്ടിയില്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യണം കുട്ടീനെ, എന്തുകൊണ്ട് കിട്ടിയില്ല. അപ്പോൾ പണി വേറെയായിരുന്നു. ഒന്നെങ്കിൽ 2 സാധ്യതകളാണ് അവിടെ ഉള്ളത് ഗ്രീൻ മാർക്ക് കിട്ടിയില്ലെങ്കിൽ. ഒന്നെങ്കിൽ കുട്ടി പഠിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ പഠിക്കേണ്ട സമയം പഠിച്ചിട്ടില്ല, പ്ലസ് മറ്റെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വെറുതെ ഇരിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ഒരു കുട്ടി വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് ക്ലാസ്സിൽ, മറ്റു കുട്ടികൾ ഓതുന്നൊക്കെ നോക്കിയിരിക്കുകയാണ്, അപ്പോഴും ഗ്രീൻ മാർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം, ഗ്രീൻ മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു വലിയ അപകടമുള്ളത്, ഗ്രീൻ മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുട്ടി പഠിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു ഗ്രീൻ ബോക്സ് ഒക്കെ വരച്ചൊരു സംഭവം ഞാൻ വാട്സപ്പിലേക്ക് ഒരു റിപ്പോർട്ട് അയക്കുന്നുണ്ട്, ഒരു കുട്ടി ലെഫ്റ്റ് ആകുന്ന സമയത്ത്. അതാണ് ഗ്രീൻ മാർക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് നിങ്ങളുടെ കുട്ടിക്ക് കിട്ടിയില്ല. ഒരു ദിവസം ക്ലാസ്സിൽ കയറി, ഒരു ആസറിനേഷൻ കയറി, എന്നിട്ട് ഒരു 1 hour 2 hour കുട്ടി സ്പെൻഡ് ചെയ്തു, എന്നിട്ട് ലെഫ്റ്റായി. ഞാൻ അടിയിൽ കുട്ടി ലെഫ്റ്റ് ആയിട്ടുള്ളൂ എന്ന് മാത്രമേ അടിച്ചിട്ടുള്ളൂ, ഗ്രീൻ മാർക്ക് തന്നില്ല. അപ്പം നിങ്ങൾ ഉടനെ ചോദിക്കണം, ഒന്നെങ്കിൽ എന്നോട് ചോദിക്കണം, എന്തേ ഇന്ന് കുട്ടി പഠിച്ചില്ലേ, എന്നോട് ചോദിക്കണം. അല്ലെങ്കിൽ അതിനേക്കാളപ്പുറം മോനോടോ മോളോടോ ചോദിക്കണം, എന്തുകൊണ്ട് ഇന്ന് ഗ്രീൻ മാർക്ക് കിട്ടിയില്ല, എന്തായിരുന്നു നിങ്ങൾക്ക് പണി? അത് എക്സ്പ്ലനേഷൻ കൃത്യമായി ചോദിക്കണം. കാരണം ആ കുട്ടി 2 സാധ്യതകളാണ്. നമ്പർ 1, ഒന്നെങ്കിൽ അവൻ പഠിക്കാതെ വെറുതെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ വേറെ ഇത് മിസ്യൂസ് ചെയ്യുകയാണ്. രണ്ടാണെങ്കിലും അപകടമാണല്ലോ. അതുകൊണ്ട് അത് പറയാം. അപ്പോൾ ഇനി എന്താ അടുത്ത പരിപാടി? നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ 1, മോനെ മോളെ കയറി, ഇതുമ്പോൾ തന്നെ കയറി, ഇന്ന് ഗ്രീൻ മാർക്ക് കിട്ടിയിട്ട് എൻ്റെ മോന് കഞ്ഞി കിട്ടുള്ളൂ, അല്ല ഭക്ഷണം കിട്ടുള്ളൂ എന്നൊരവസ്ഥ വീട്ടിൽ ഉണ്ടാക്കണം എന്ന് പറയാനാണ് ഈ പ്രധാനപ്പെട്ട വീഡിയോ. ഇത് മാത്രം മതി നമുക്ക്. ഇത് മാത്രം മതി നമ്മുടെ ഏറ്റവും നല്ല രീതിയിൽ അക്കാഡമി മുന്നോട്ട് പോവാൻ. അങ്ങനെ ചെയ്യുന്ന പാരൻസ് ഉണ്ട്. പാരൻസ് എങ്ങനെ ചെയ്യുന്നത് ഈ പുതിയ പാരൻസിനോട് പറയാണ്. ഇപ്പം നിലവിലുള്ള പാരൻസ് ചെയ്യുന്നത്, ചില കുട്ടികൾക്ക് വേണ്ടത് എന്താ? ഫോൺ, ടാബ്, ഗെയിം കളിക്കണം, യൂട്യൂബ് കാണണം, റീൽസ് കാണണം. ഓക്കെ ശരി, എനിക്ക് 1 hour റീൽസ് കാണാൻ ഞാൻ ഫോണ് തരാം, നീ ഗ്രീൻ മാർക്ക് വാങ്ങിയിട്ട് പോവാ. വേറെ ഒന്നുമല്ല പറയുന്നത്, നീ ഖുറാൻ ക്ലാസ് കയറിയാൽ തരാന്നല്ല, 1 മണിക്കൂർ ഇരുന്നാൽ തരാന്നല്ല, ഗ്രീൻ മാർക്ക് വാങ്ങി വന്നാൽ തരാം. അപ്പൊ ഗ്രീൻ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കുട്ടി പഠിച്ചേ പറ്റൂ. പഠിച്ച് ഓക്കെ ആണെങ്കിൽ, അതിന് ചില കാറ്റഗറീസ് ഉണ്ട്. നമ്മൾ ഒരു 3 പേജ് പ്രീവിയസ് പേജ്, മുമ്പ് പഠിച്ച ഭാഗം നമ്മൾ ഓദിപ്പിക്കും. അത് കുട്ടി ഓതി തരണം. അതിനുശേഷം ബുദ്ധിയുള്ള കുട്ടികൾ, അതായത് അത്യാവശ്യം ഐക്യമുള്ള നല്ല കുട്ടികളൊക്കെ ഒരു അരപ്പേജ് പറഞ്ഞാൽ ഒരു 7 വരി ഉണ്ടാവും ഖുറാനിൽ, അത് കാണാതെ പഠിക്കാനൊക്കെ ഈസിയാണ് നോർമൽ ബുദ്ധിയുള്ള കുട്ടികൾക്ക്. പിന്നെ പറ്റാത്തൊരു വല്ലാതെ ബുദ്ധിമുട്ടുള്ള ഒരു 10% കുട്ടികളാണ്, അവർക്ക് നമ്മൾ ഒരു 5 ആയത്ത് അതന്നെ ഒന്നിച്ചു കൊടുക്കല്ല, ഒരായത്ത് പഠിക്കും, അടുത്തായത്ത് പഠിക്കും, അടുത്തായത്ത്, ഇതൊക്കെ ഈസിയാണ്, അവർ ചെയ്യും. അവർ നിർബന്ധമായിട്ട് അവർ ചെയ്തിരിക്കും. കാരണം അതിന് പറ്റിയ ഒരു അട്രാക്ഷൻ അപ്പുറത്ത് നിങ്ങൾ കൊടുക്കണം. എടാ ഇന്ന് രാത്രി നമ്മൾ ഔട്ടിങ്ങിന് പോവാണ്, അല്ലെ മോനെ മോളെ നമ്മൾ ഔട്ടിങ്ങിന് പോവാണ്, ഇന്ന് ഇന്ന പാർക്കിൻ്റെ ഏരിയയിലൂടെയാണ് നമ്മൾ പോണത്, ആ പാർക്കിൽ നമ്മൾ കയറണം, കയറിയിട്ട് ഗ്രീൻ മാർക്ക് വാങ്ങിയിട്ട് പോകാം. ഇതാ കുട്ടിയോട് പറയേണ്ടത്. ഗ്രീൻ മാർക്ക് ഇല്ലെങ്കിൽ പിന്നെ പാരൻസിന് മിണ്ടരുത്, പാരൻസ് മക്കളോട് മിണ്ടരുതാ. ഇനി നമ്മൾ തമ്മിൽ കാരണം ഖുർആന്റെ കാര്യമാണ്. നമ്മൾ മാത്സ് പഠിക്കാനോ ഇംഗ്ലീഷ് പഠിക്കാനോ അല്ല, ഇബാദത്ത് ചെയ്യാനാണ് എന്നെ കയറ്റിയത്. അത് പഠിക്കുക എന്നുള്ളത് നിന്റെ ലൈഫിലും എൻ്റെ ലൈഫിലും ആവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് മോനും മോള് പഠിക്കണം. അത് പഠിച്ച് ഡെയിലി നീ അത് പഠിച്ച് ചൊല്ലി കൊടുത്തിട്ടേ വരാവൂ എന്ന് സീരിയസ് ആയിട്ടും പാരൻസ് കുട്ടിയെ അഡ്വൈസ് ചെയ്ത് കഴിഞ്ഞാൽ പഠിക്കും. അപ്പോൾ ഇതിൽ വെരി സിമ്പിളായ കാര്യം, പാരൻസ്, ഉപ്പയാവട്ടെ ഉമ്മയാവട്ടെ,
മോൻ്റെ വിഷയത്തിൽ ദിവസം ഒന്ന് മോൻ്റെ ഗ്രൂപ്പ് എടുത്ത് ഇന്ന് ഗ്രീൻ മാർക്ക് കിട്ടിയോ എന്ന് ചെക്ക് ചെയ്യുക. ആ ഗ്രൂപ്പിലാണ് ഉണ്ടാവുക. അത് കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത വർക്ക് കൊടുക്കുക. എന്ത് വർക്കാണേലും കൊടുക്കുക. അത് ഓരോ പാരൻസ് ചീത്ത പറയാനൊന്നും ഞാൻ പറയില്ല. ചീത്ത അടികൊണ്ടൊന്നും ഒരു കാര്യമില്ല. ന്യൂ ജനറേഷനിൽ എന്ത് ചീത്ത പറയാൻ, ആരോട് പറയാൻ? അവർക്കുണ്ടോ വല്ല കുലുക്കും? അതൊന്നുമല്ല. അവർക്ക് കൊടുക്കേണ്ട നല്ല പണിയാണ്. നല്ല പണി എന്ന് പറഞ്ഞാൽ അവരാഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നമ്മളടുത്ത് വന്ന് പറയുമ്പോൾ അവിടെ നിൽക്കട്ടെ. നീ കഴിഞ്ഞ മാസം എത്ര ഗ്രീൻ മാർക്ക് എനിക്ക് കിട്ടിയത്? നീ അങ്ങനെ വേണം ചോദ്യം വരാൻ. അങ്ങനെ വരുമ്പോൾ അവർ പഠിക്കും. അപ്പോൾ ദിവസം അര പേജ് പഠിച്ചാൽ നമുക്ക് 40 ദിവസം കൊണ്ട് ഒരു ജ്യൂസ് കംപ്ലീറ്റ് ആയി. 20 പേജാണ് ഒരു ജ്യൂസ്. വളരെ ഈസി ആയിട്ട് മുന്നോട്ട് പോകും. ഇതിൻ്റെ പ്രോസസ്സിങ് എളുപ്പമാണ്. അതുകൊണ്ട് ഗ്രീൻ മാർക്ക് എന്ന ഒരു ഒറ്റ ടോപ്പിക്ക്, ഇത് സീരിയസ് ആയ ഒരു വിഷയമാണ്. പാരൻസ് ഇത് വെറുതെ നെഗ്ലക്റ്റ് ചെയ്യരുത്. അതൊരു ഗ്രീൻ മാർക്ക്, അതിനൊന്നും കാര്യമില്ല എന്നാൽ അങ്ങനെയൊന്നുമല്ല. ഗ്രീൻ മാർക്ക് കിട്ടിയേ പറ്റൂ എന്ന് വാശി പിടിക്കണം ഓരോ പാരൻസും. ഓക്കെ, എൻ്റെ സമയം, നിങ്ങളുടെ കുട്ടിയുടെ സമയം, വൈഫൈ, ഇൻ്റർനെറ്റ്, ഈ ഇതിനൊക്കെ എത്ര എക്സ്പെൻസാണ്, കറണ്ട്, ഇതൊക്കെ മുടക്കിയിട്ടാണല്ലോ. എത്ര ആളുകളുടെ എഫേർട്ടും ഇതൊക്കെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അതിനൊരു വാല്യൂ കാണണം, ടൈമിന് വാല്യൂ കാണണം. അത് കൃത്യമായി ജെന്യൂൻ ആണോ എന്ന് നോക്കണം. ഇനി ഗ്രീൻ മാർക്ക് കിട്ടാൻ വേണ്ടി നോക്കി ഇതൊക്കെ ചെയ്യും ചില കുട്ടികൾ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പാരൻസ്. എന്നിട്ട് ഓക്കെ ആണ് എങ്കിൽ മാത്രം പ്രൊസീജ്. ഇന്ന് ഐസ്ക്രീം വേണം, ഓക്കെ ഇന്ന് ഐസ്ക്രീം. ഇവരിപ്പോൾ പഠിച്ചവനെ പേടിച്ചിട്ടും പരലോകവും കബറും പേടിച്ചിട്ടൊന്നും അല്ല ഇത് വന്ന്. പാരൻസിനോടുള്ള റെസ്പെക്റ്റിൻ്റെ ഭാഗമായിട്ട്, ഒരു മാനറിൻ്റെ ഭാഗമായിട്ടൊക്കെ കയറുന്നതാണ്. പക്ഷേ ഈ കുട്ടിക്കാലത്ത് പഠിച്ചതേ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. നമ്മളെ കാര്യം, പാരൻസിൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ മതി. നമ്മുടെ കുട്ടിക്കാലത്ത് പഠിച്ചതല്ലേ നമ്മുടെ മനസ്സിലും ഓർമ്മയിലൊക്കെ ഉള്ളത്. അപ്പോൾ ഇപ്പം അത് പഠിച്ചു പിന്നെ ഇതിനൊന്നും കഴിയില്ല. ഈ ഒരു 10ാം ക്ലാസ്സിൻ്റെ മുമ്പുള്ള സമയം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് പരമാവധി എത്ര ഹിഫ്ളാക്കാൻ പറ്റുമോ അത് ക്ലിയർ ആയിട്ട്, വെറുതെ കുറേ പഠിച്ചു പോകാന്നല്ല. ഇന്നത്തെ ഹാഫിൾ പ്രൊഡക്ഷൻ അല്ലത്. കുറേ ഹാഫിളാവുക എന്നുള്ളതല്ല, പഠിച്ച ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്ന രീതി, അത് തജ്വീദോടെ തർത്തീലായി ഓതിക്കൊണ്ട് പഠിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളുടെ കുട്ടി വരണം. അതിന് നിങ്ങൾ ദയവ് ചെയ്ത് വളരെ താഴ്മയോടുകൂടി നിങ്ങളോട് പറയാണ്, എല്ലാ പാരൻസും ഗ്രീൻ മാർക്ക് കിട്ടിയോ എന്ന് ഉറപ്പ് വരുത്തണം. ഓരോ ദിവസവും അത് ഉറപ്പ് വരുത്തണം. എത്ര ടൈമല്ല, ടൈം ബൗണ്ടഡ് ആയ ക്ലാസ് അല്ല. ഒരു 1 അവർ ഇരിക്കണം, 2 അവർ ഇരിക്കണം ഒന്നും പറയുന്നില്ല. കുട്ടികൾക്ക് പെട്ടെന്ന് പഠിക്കാൻ കഴിയുന്ന കുട്ടികളുണ്ട്. ഇനി സമയം എടുക്കുന്ന സമയം എടുത്തോട്ടെ, സമയം എടുത്ത് പഠിച്ചോട്ടെ. നമുക്കിതിൽ 2 ആവശ്യങ്ങളാണുള്ളത്. ഒന്ന്, നിങ്ങളുടെ കുട്ടി ഈ സമയം മിസ്യൂസ് ചെയ്യാൻ പാടില്ല. ഫോൺ ഉപയോഗിക്കുന്നതാണ്, ടാബാണ്, മൊബൈലാണ്, ലാപ്ടോപ്പാണ്. ഇത് യൂസ് ചെയ്ത് മിസ്യൂസ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്നത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഫവൈലുല്ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശം, ഗഫലത്തോടു കൂടി ബോധമില്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന നിസ്കാരക്കാർക്ക് നാശം എന്ന് പറയുന്നത് പോലെ, ഇബാദത്തായ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ വേറെ കാര്യങ്ങൾ ചെയ്യുന്നത് അദബുകേടാണ്. അത് അള്ളാൻ്റെ അടുക്കൽ നിന്ന് പണിഷ്മെന്റ് കിട്ടുന്ന, ശിക്ഷ കിട്ടുന്ന കാര്യമാണ് എന്ന ബോധ്യം കുട്ടികൾക്ക് വരണം. അത് വരുത്തും വേണം, പാരൻസ് പറഞ്ഞു കൊടുക്കും വേണം. അതോടൊപ്പം ഈ സമയം നമുക്ക് എഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്തണം. എത്ര കുട്ടികളുണ്ട് ഒരാഴ്ച 2 ആഴ്ചയായിട്ട് വെറുതെ വരുന്നു, ജോയിൻ ചെയ്യുന്നു, ലീവ് ചെയ്യുന്നു, മര്യാദയ്ക്ക് പഠിക്കാതെ. പാരൻസിനെ നന്നായിട്ട് കബളിപ്പിക്കുന്നവരുണ്ട്. ഞാൻ എൻ്റെ 16ാം വയസ്സ് മുതലേ കുട്ടികളുമായിട്ട്, പിന്നെ മദ്രസയിലായിട്ടും സ്കൂളിൽ 10 വർഷത്തോളം എക്സ്പീരിയൻസ് സ്കൂളിൽ തന്നെ എനിക്കുണ്ട്. കുട്ടികളറിയാം അവർ എങ്ങനെ നമ്മൾ പാരൻസിനെ പറ്റിക്കാൻ പറ്റുന്നുള്ള അവർക്കൊക്കെ നല്ല ബോധ്യം അവർക്കുണ്ട്. അത് അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, സോപ്പിട്ടും അല്ലാതെയൊക്കെ. ഓക്കെ, എന്നാലും നമ്മളത് അലേർട്ട് ആവണം എന്നുള്ളതാണ്. അവർ പാരൻസിനെ പറ്റിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെത്തരുത്. ഓക്കെ, ജെന്യുവിനായിട്ട് ഈ ഒരു സംവിധാനം മുന്നോട്ട് പോകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എല്ലാ പാരൻസ് ഈ വിഷയത്തിൽ സഹകരിക്കണം. മക്കളോട് കൃത്യമായി ഈ കാര്യം അഡ്വൈസ് ചെയ്യുകയും ദിവസം പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യുക. അസ്സലാമു അലൈക്കും. അള്ളാഹു സ്വാലിഹീങ്ങളായ മക്കളെ, നമ്മുടെ എല്ലാ മക്കളെയും സ്വാലിഹ്യങ്ങളാക്കി അള്ളാഹു മാറ്റട്ടെ. അള്ളാഹുമ്മ റബ്ബന ഹബ്ലന മിൻ അസ്വാജിന, എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമാണ്. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.